എല്ലാവരും പറയും ഞങ്ങളതിനകത്ത് വരേണ്ട കുറേ പേര് അവിടെ കൊണ്ടുവന്നവർ പറയും. സെക്രട്ടറിക്കാർ പറയും അവിടെ പോകേണ്ടത് ഞങ്ങളുടെ എങ്ങനെയായാലും പ്രശ്നമാണ്. അപ്പൊ അതിനിടയ്ക്ക് നമ്മളിതെല്ലാം കൊണ്ടുപോകും. അത് വലിയ വലിയ കാര്യം. അപ്പൊ നമ്മുടെ ഫെലോഷിപ്പ് നല്ലൊരു ഫെലോഷിപ്പാണ് വളരുന്നുണ്ട്. അത് ഫാമിലീസിനെ കാണാനെന്നറിയാം. കാരണം ഒത്തിരി ഫാമിലീസ് നമുക്ക് നമ്മുടെ ഇതിനകത്ത് വരുന്നുണ്ട്. നല്ലൊരു ഫെലോഷിപ്പാണല്ലോ ഇത് വളരട്ടെ. നമുക്ക് ഒരുമിച്ച് മാസത്തിലൊരു ഫെലോഷിപ്പായിട്ട് നമ്മൾ മിക്കവാറും കൂടുന്നുണ്ട്. നമ്മുടെ ഒരു ബന്ധങ്ങളുടെ ശക്തീകരണത്തിന് നമുക്ക് പല മിഷൻ പ്രവർത്തനങ്ങൾ പങ്കാളികളായി തീരാനും ഒക്കെ ഉള്ളൊരു നല്ലൊരു ഒരു പ്ലാറ്റ്ഫോമാണ് നല്ല ഫെലോഷിപ്പ്. ആ നിലയ്ക്ക് ഇത് വളരണം. അതിനാൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പ്രവർത്തിക്കാം. ദൈവം തമ്പുരാൻ നമ്മളെ വരും കാര്യങ്ങൾ സഹായിക്കട്ടെ. പുതിയ വർഷത്തിലേക്ക് ചുമതലയേൽപ്പിക്കുന്നവർക്ക് എല്ലാ ഭാവങ്ങളും ആശംസകളും നേരുന്നു. കഴിഞ്ഞ വർഷം പ്രവർത്തിച്ചവർ തന്നെ തുടരുകയാണല്ലോ. എന്നാൽ കമ്മിറ്റികൾ എല്ലാ പ്രാർത്ഥനാ ഗ്രൂപ്പുകളിലുള്ള കമ്മിറ്റികൾ കൂടി ശക്തമായിട്ടുണ്ട്. അത് വളരെ എല്ലാ പ്രാർത്ഥനാ ഗ്രൂപ്പുകളിലും കൂടെ ഒരു പങ്കാളിത്തം കൂടെ വന്നുകൊണ്ട് ഈ നിലവ് ഫെലോഷിപ്പ് നന്നായിട്ട് വളരെ സഹായിക്കുമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു കൂട്ടായ്മയാണ്.
ഇടവകയിൽ വന്ന് ഫസ്റ്റ് ആദ്യത്തെ ദിവസങ്ങൾ തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു സംഘടന എന്ന നിലയിൽ ആണ് എനിക്ക് നിറവിനെ കുറിച്ച് ഓർക്കാനുള്ളത്. കഴിഞ്ഞ നാളുകളിലൊക്കെ ഇവിടെ ശുശ്രൂഷ ചെയ്യുമ്പോഴെല്ലാം ഇടവകയുടെ നിറവിന് വേണ്ടി വളരെ കൃത്യതയോടുകൂടി പ്രവർത്തിക്കുകയും ക്രിയാത്മകമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന നിങ്ങളെല്ലാവരും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രായം ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് കണ്ണുമുമ്പിൽ നിൽക്കുമ്പോൾ അതിനോട് എങ്ങനെ പ്രതികരിക്കണമെന്നറിയാതെ മനുഷ്യൻ വല്ലാതെ വേവലാതിപ്പെടുമ്പോൾ അതിന് പരിഹാരങ്ങൾ സൃഷ്ടിക്കുന്നവരാരായിരുന്നാലും അവർ ഭാഗ്യമുള്ളവരാണ്. ഞാൻ പറഞ്ഞതുപോലെ മനസ്സിലാക്കി. അത്തരം പരിഹാരങ്ങളിൽ ഒരു പരിഹാരമാണ് നിറവ് എന്ന് എനിക്ക് ബോധ്യപ്പെടുന്നു. കാരണം നിങ്ങളുടെ പ്രായമാണ് നിങ്ങളെ നിർബന്ധിച്ചിട്ട് ചെയ്യിപ്പിക്കുന്നതെന്ന് എനിക്ക് നന്നായി. ഞാൻ പണ്ടൊരിക്കൽ പറഞ്ഞതാണ്, നമ്മൾ വല്ലാത്തൊരു വൈതരണിയിൽപ്പെട്ട് സഞ്ചരിക്കുന്ന ഒരു സംഘമാണ്. കുഞ്ഞു മക്കളോടൊപ്പം ഓടണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്, അവര് നമ്മളെ അടുപ്പിക്കില്ലേ? ശരിയല്ലേ? കുറച്ചുകൂടെ പ്രായമായ യൂത്ത് എന്നൊക്കെ സ്വയം വിളിക്കുന്ന മനുഷ്യരോട് ചേർന്ന് ഓടണമെന്നുണ്ട്. അവര് നമ്മളെ ഇങ്ങനെ വല്ലാത്തൊരു നോട്ടം നോക്കും, അവരുടെ കൂടെ ഓടാൻ ശ്രമിക്കുമ്പോൾ. പ്രായമുള്ളവരുടെ കൂടെ കൂടാമെന്ന് വിചാരിച്ചാൽ അവർ സമ്മതിക്കില്ല, അല്ലേ? അവരുടെ അഭിപ്രായങ്ങളോട് ചേർന്ന് വരാൻ നിങ്ങൾ വളർന്നില്ല എന്നവർ പറയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ തനിയെ നടക്കും. ആ തനിയെ നടപ്പിൽ നമ്മൾ ഒരുക്കിയ ഈ കൂട്ടായ്മയ്ക്ക് അർത്ഥമുണ്ട്, അതിന് പ്രസക്തിയുണ്ട്. കാരണം പ്രത്യേകിച്ച് ഈ 45 മുതലുള്ള വയസ്സ് 65 വരെ ഇത് നമ്മൾ തീരുമാനിച്ചിരിക്കുന്ന ഒരു വയസ്സ്, ഇതിനകത്താണ് സകലമായ പ്രതിസന്ധികൾ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്, അല്ലെ? എല്ലാ വിഷയങ്ങളും, സാമ്പത്തികമാണെങ്കിലും ബന്ധങ്ങൾ സംബന്ധിച്ചിട്ടുള്ളതാണെങ്കിലും ജോലി സംബന്ധിച്ചിട്ടുള്ളതാണെങ്കിലും ആശങ്കകളും ആകുലതകളും പ്രതിസന്ധികളും എല്ലാം കൈകാര്യം ചെയ്യുന്ന ഒരു പ്രായമാണിത്. ഇത് മറ്റുള്ളവർ പറഞ്ഞാൽ മനസ്സിലാവുമോ? അതുമില്ല. അതുകൊണ്ട് ഇന്ന് ഇവിടെ നമ്മൾ വന്നിരിക്കുമ്പോൾ ഒറ്റ മെസ്സേജ് പറയാനാണ്, നമ്മളും ഒരു യാത്രയിലാണ്, ജീവിതത്തിന്റെ ആത്മീയ യാത്ര. ഈ യാത്ര ക്രിസ്തുവിലേക്ക് വളരുന്ന യാത്രയാണ്. ഇന്നൊരു ദിവസം കൊണ്ട് അവസാനിച്ചു പോകുന്നതല്ല, അതിനപ്പുറത്ത് കാലിത്തൊഴുത്തിൽ നിന്ന്, ഫുൾനെസ്സിൽ നിന്ന്, നിറവിൽ നിന്ന് നിറവുള്ള ഒരു യാത്ര. ജീവിതങ്ങളെ തൊട്ട് 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 ഒടുവിൽ ഫുൾഫിൽമെന്റ്, കർത്താവിന്റെ രക്ഷയെ കരകതമാക്കുന്ന ആ ദിവസത്തിലേക്കുള്ള യാത്ര. അതിന്റെ പേരാണ് ക്രിസ്തുമസ്. അതുകൊണ്ടാണ് ക്രിസ്തു മാസമായി മാറണം. മാസം എന്ന് പറഞ്ഞാൽ എന്താ? മാസം എന്ന് പറഞ്ഞാൽ ഹോളി കമ്മ്യൂണിറ്റി അതിന്റെ അർത്ഥം, അല്ലെ? ക്രിസ്തു മാസമായി മാറണം. ക്രിസ്തുമസ് ക്രിസ്തു മാസമായി മാറണം.
കഴിഞ്ഞ വർഷക്കാലം നടത്തി വിധങ്ങൾക്കായ സ്വന്തം ആ തിരുപ്പറയുടെ സന്തോഷം താവേ ഞങ്ങളിത് കേട്ടപ്പോൾ ആ രക്ഷയുടെ അനുഭവം ഞങ്ങളുടെ കുടുംബങ്ങളിൽ താവേ ഞങ്ങളുടെ ജീവിതങ്ങൾ ഉണ്ടാകുവാൻ ഞങ്ങൾക്ക് ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. താവേ ഞങ്ങളെ മറ്റുള്ളവർക്ക് ഒരു സാക്ഷ്യമാകുവാൻ, ഞങ്ങളെ കാണുന്നവർ ഞങ്ങൾ വാസ്തവ ക്രിസ്തു എന്ന് പറയുവാൻ ഞങ്ങളുടെ മേൽ ഞങ്ങളുടെ തലമുറയുടെ മേൽ ആത്മാവിനെ അർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയായി ഭക്ഷണത്തെ വാഴ്ത്തണമേ. ഞങ്ങളുടെ ഫെലോഷിപ്പിനായി സ്തോത്രം, സ്തുതി സ്തോത്രങ്ങളോട് ഞങ്ങൾ പങ്കുചേരുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. Hallelujah, hallelujah.